എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. കോപം ആ വികാരം ഇല്ലാത്തവരായി ആരും ഉണ്ടാകുകയില്ല. പെട്ടെന്നുണ്ടാകുന്ന കോപം പലപ്പോഴും അനിഷ്ട സംഭവങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഓരോ ഭാരതീയന്റെ അഭിമാനമാണ്. ലോകത്തിന്റെ തന്നെ പ്രശംസ പിടിച്ചുപറ്റിയ നോബൽ സമ്മാന ജേതാവായ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം തന്നിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവം ഇപ്രകാരമാണ്. പ്രഭാതമായിട്ടും അദ്ദേഹത്തിന്റെ പരിചാരകൻ ജോലിക്കായി എത്തിയില്ല. എന്നും മഹാകവി ഉണരുന്നതിന് മുമ്പേ വന്ന് ആ ദിവസം ധരിക്കേണ്ടുന്ന വസ്ത്രവും കുടിക്കാനുള്ള വെള്ളവും പ്രഭാത ഭക്ഷണവും എല്ലാം തയ്യാറാക്കി വെക്കാറുള്ളതാണ്. പക്ഷേ ആ ദിവസം മഹാകവി ഉറക്കമുണർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സഹായിയെ കാണുവാനില്ല. മഹാകവി വളരെ അക്ഷമനായി. കോപം ഉള്ളിൽ ആളിക്കത്തി. ദാസന്റെ ഉത്തരവാദിത്വമില്ലായ്മ അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നടന്നുകൊണ്ടിരിക്കവേ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്റെ പരിചാരകൻ സാവധാനം നടന്നു വരുന്നത് കണ്ടു. ആകെ ക്ഷീണിച്ചു കരഞ്ഞു വാടിയ മുഖവുമായി ഭൃത്യൻ ടാഗോറിനടുത്തെത്തി. കണ്ട പാടെ ടാഗോർ പൊട്ടിത്തെറിച്ചു. ഉള്ളിലുണ്ടായിരുന്ന അമർഷവും ദേഷ്യവും അണപൊട്ടി ഒഴുകി. എന്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീ എവിടേക്കെങ്കിലും പോകൂ, അദ്ദേഹം തെല്ല് ശബ്ദമുയർത്തി പറഞ്ഞു. അടങ്ങാത്ത ദുഃഖവും വേദനയും ഉള്ളിൽ പേറിയാണ് ആ ദാസൻ അവിടേക്ക് ചെന്നത്. കുറ്റബോധവും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് വളരെ പതിയെ അദ്ദേഹം പറഞ്ഞു, സർ, എൻ്റെ കൊച്ചുമകൾ കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചു. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ജോലി കാര്യങ്ങളിൽ വ്യാപൃതനായി. ടാഗോറിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോപിഷ്ഠനായിരുന്ന അദ്ദേഹം അല്പനേരം അനങ്ങാൻ വയ്യാതെ നിന്നുപോയി. തന്റെ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് തന്നെ പശ്ചാത്താപം തോന്നി. ഭൃത്യന് പറയാനുള്ളത് പറയുവാൻ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ന് അദ്ദേഹം ചിന്തിച്ച് ദുഃഖിച്ചു. മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന തനിക്ക് തെറ്റുപറ്റിയല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. ഇപ്രകാരമുള്ള അനുഭവങ്ങൾ സാധാരണക്കാരായ നമ്മുടെ ജീവിതങ്ങളിലും സംഭവിക്കാറുണ്ട്. നാം ചിലർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും വിമർശിക്കുന്നതും അവർ ചെയ്തതിനെ കുറ്റപ്പെടുത്തുന്നതും അവരുടെ സാഹചര്യം മനസ്സിലാക്കാതെയാണ്. മക്കളുടെ വിശദീകരണങ്ങൾ കേൾക്കാതെ ശകാരിക്കുന്ന മാതാപിതാക്കൾ, സഹപ്രവർത്തകരോ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ കൂട്ടുജോലിക്കാരോടോ കീഴിൽ ജോലി ചെയ്യുന്നവരോടോ പൊട്ടിത്തെറിക്കുക, ഇവയൊക്കെ സംഭവിക്കുന്നത് മറ്റുള്ളവരെ കേൾക്കാനോ അവരുടെ വികാരങ്ങളെ മാനിക്കാനോ കഴിയാതെ വരുമ്പോഴാണ്. ഇതുമൂലം വ്യക്തിബന്ധങ്ങൾ തന്നെ ഇല്ലാതെയാകുന്നു. ഭവനങ്ങളിലെ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സു കാണിക്കാത്തത് കാരണമാകുന്നു. കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നത് അസ്വാഭാവികമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നാം ഇടപെടുന്ന ഏതു മേഖലയിലും ക്ഷമ വളരെ അത്യാവശ്യമാണ്. കോപത്തെ നിയന്ത്രിച്ച് ക്ഷമ ശീലിക്കുവാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. കോപിച്ചാൽ പാപം ചെയ്യരുത്. കേൾപ്പാൻ വേഗവും പറയുവാൻ താമസവും കോപത്തിന് ഇടം കൊടുക്കാത്തവരുമായിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.